പ്രൈസ് ദി ലോർഡ്. 1 ദിനവൃത്താന്തം 4-ാം അധ്യായത്തിൽ 9-10 വചനത്തിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ, പ്രിയമുള്ളവരെ, വ്യസനകാരണമായ അമ്മ വേദനിച്ച് പ്രസവിച്ച മകൻ, ചില ബലഹീനതയുള്ള മകൻ, അവൻ ദൈവസന്നിധിയിൽ കാത്തിരിക്കുമ്പോൾ ആ യാബേസിന്റെ ഒരു പ്രാർത്ഥനയുണ്ടല്ലോ, എൻ്റെ അതിര് വിസ്തൃതമാക്കി തരണമേ എന്നുള്ള പ്രാർത്ഥന. അതുപോലെ തന്നെ അവന്റെ കരം പിടിച്ച് ദൈവം അവനെ നടത്തുന്നത് നമുക്ക് കാണാൻ കഴിയും. ദൈവത്തോടു കൂടെ എന്നെ നിശ്ചയമായും അനുഗ്രഹിച്ച് എന്നെ പരിപാലിച്ചു നടത്തുന്ന കർത്താവിന്റെ സാന്നിധ്യം. ഇവിടെ നമ്മൾ തിരിച്ചറിയേണ്ട കാര്യമുണ്ട്. ബൈബിളിൽ പേര് മാറ്റിയവരെ കുറിച്ച് നമുക്ക് കാണാൻ കഴിയും. അബ്രാം എന്ന പേരായിരുന്നു അബ്രാഹമിന് ഉണ്ടായിരുന്നത്. അബ്രാം ബഹുമാന്യ പിതാവ് എന്നാണ് അതിന്റെ അർത്ഥം. ദൈവം ആ പേര് മാറ്റിയിട്ട് അബ്രഹാം എന്ന പേരാക്കി ബഹുജാതികളുടെ പിതാവ് എന്നാക്കി മാറ്റി. രണ്ടാമതായി സാറായി എന്നായിരുന്നു നാമം. സാറ രാജകുമാരി എന്നാക്കി ദൈവം മാറ്റി. 3, യാക്കോബിന്റെ പേര് ഉബായി. ആ പേര് ദൈവം ഇസ്രയേൽ എന്നാക്കി മാറ്റി, ദൈവത്തിന്റെ പ്രഭു എന്ന് പേരാക്കി മാറ്റി. വീണ്ടും നമുക്ക് ബൈബിളിൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ശെമിയോൻ, ആടി ഉലയുന്നവൻ എന്ന പേരിന്റെ അർത്ഥമാണെങ്കിൽ അതിനെ കേഫ അഥവാ പത്രോസ്, പാറക്കഷ്ണം, ഉറപ്പുള്ളവൻ, ബലമുള്ളവൻ, സത്യസന്ധതയുള്ളവൻ എന്നൊക്കെയുള്ള അർത്ഥത്തിലേക്ക് ദൈവം മാറ്റി. ആടി ഉലയുന്നവൻ എന്ന അവസ്ഥയിൽ നിന്ന് മാറ്റി. എന്നാൽ ഇവിടെ പേര് മാറ്റാത്ത ഒരാളെ നമുക്ക് കാണാൻ കഴിയും. യാബേസിന്റെ പേര് ദൈവം മാറ്റിയില്ല, എന്നാൽ അവന്റെ അവസ്ഥ മാറ്റി ദൈവം. അവന്റെ വേദനയെ അവൻ മാറ്റി ദൈവം. അവന്റെ ബലഹീനതയെ ദൈവം മാറ്റി. അവന്റെ കുറവുകളെ ദൈവം മാറ്റി. അവന്റെ ജീവിതത്തെ ദൈവം മാറ്റി. ഒന്ന് നമ്മുടെ പേര് മാറ്റി എന്നല്ല അർത്ഥം. ചിലത് നമ്മുടെ പേര് മാറ്റിയിട്ടായിരിക്കാം ദൈവം പേരിനോട് കൂടെ നമ്മളെ ബലപ്പെടുത്തുന്നത്. മറ്റൊന്ന്, പേര് മാറ്റാതെ നമ്മുടെ ജീവിതത്തെ മാറ്റിയ ഒരു ദൈവം നമ്മുടെ കൂടെയുണ്ട്. പുതിയ നിയമത്തിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരുമ്പോൾ നമ്മുടെ പേരല്ല, നമ്മുടെ സ്വഭാവം മാറും, നമ്മുടെ ജീവിതം മാറും, നമ്മുടെ അവസ്ഥ മാറും, നമ്മുടേതായ സാഹചര്യങ്ങൾ മാറും. കൊരിന്ത്യരുടെ ലേഖനം 5:17 പറയാ, നിന്റെ പഴയ മനുഷ്യനെ അവന്റെ ചെയ്തികളോട് കൂടെ ഉരിഞ്ഞു മാറ്റുവിൻ, പുതിയ മനുഷ്യനെ നീ ധരിക്കുവിൻ. ഇവിടെ പുതിയത് തരാൻ തക്കവണ്ണം ദൈവം ഒരുക്കിയെങ്കിൽ അബ്രാഹമിനെയും യാക്കോബിനെയും സാറായെയും പത്രോസിനെയും പേര് മാറ്റി. ആ മാറ്റിയ പേരിനോട് ദൈവം അത്രയും ഉയർന്ന വിധത്തിലേക്ക് അവരെ അവിടുന്ന് നടത്തിയെങ്കിൽ, പ്രിയമുള്ളവരെ, ഇന്ന് എൻ്റെ ദൈവം എൻ്റെ പേരിനോട് കൂടെ അബ്രാഹമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും നമ്മുടെയും കൂടെ പേര് ചേർത്ത് നമ്മുടെ ദൈവം എന്ന് വിളിക്കുന്ന ഒരു കർത്താവ് നമ്മുടെ നടുവിൽ കടന്നു വന്നിരിക്കുന്നു എന്ന് നമ്മൾ അറിയണം. ചിലർക്ക് ചിലരുടെ പേര് ഇഷ്ടമില്ല. ചിലര് പേര് മാറ്റാൻ വേണ്ടി ശ്രമിക്കും. നമ്മൾ മാറ്റിയെന്നോർത്തുകൊണ്ട് നമ്മുടെ സ്വഭാവം മാറിയല്ല, പ്രിയമുള്ളവരെ. ദൈവം നമ്മളെ മാറ്റിയെങ്കിൽ നമ്മുടെ പേര് മാറണ്ട, നമ്മുടെ ഒന്നും മാറണ്ട. ആത്മാവിൽ നമ്മൾ പുതിയ മനുഷ്യരായി മാറും. പരിശുദ്ധാത്മാവിലേക്ക് നമ്മൾ വന്നാൽ പുതിയ സൃഷ്ടിയായി മാറും. ഇന്ന് നമ്മുടെ ജീവിതം നമുക്ക് തന്ന പേര് ദൈവം തന്നതാണ്, അത് അനുഗ്രഹമായി മാറണം. അതിനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയണം. നമ്മുടെ ജീവിതം മാറുമ്പോൾ നമ്മുടെ പേര് മാറിയതിനേക്കാൾ മഹത്വമുള്ളതായി മാറും. ആള് മാറിയ അവസ്ഥയിലേക്ക് മാറും. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, നല്ലൊരു പ്രഭാതം തന്ന ദൈവമാണ്. യാബേസിന്റെ വ്യസന കാരണമായിരിക്കുന്ന അവസ്ഥയിൽ
അവന്റെ പേര് ദൈവം മാറ്റിയില്ല, എന്നാൽ അവന്റെ അവസ്ഥകളെ ദൈവം മാറ്റി. എന്നാൽ ദൈവം അബ്രഹാമിന്റെയും യാക്കോബിന്റെയും സാറായിയുടെയും പത്രോസിന്റെയും പേര് ദൈവം മാറ്റിയെങ്കിൽ എന്റെ പേര് മാറ്റാതെ എന്റെ ജീവിതത്തെ മാറ്റിയൊരു ദൈവം ഇന്ന് എന്റെ ഭവനത്തിൽ എന്റെ അടുക്കൽ വന്ന് ഞാൻ തിരിച്ചറിയുന്നു. കർത്താവേ, നിന്റെ ശക്തിയാൽ എന്നെ നിറയ്ക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.